നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കാരൻ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ട് മാത്രമുള്ളതാണ്. ഡയഗ്നോസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം പലവിധ കാരണങ്ങൾ കൊണ്ടാകാം ഒരാൾ കുറച്ച് മോശമായിട്ട് പെരുമാറുന്നതും ചിലപ്പോൾ ഒരു അബ്യൂസ് നേച്ചറിലേക്കൊക്കെ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പേർട്ടിന്റെ സഹായം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തേടേണ്ടതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് the caucus culture in a narcissistic group അല്ലെങ്കിൽ narcissistic family എന്നുള്ളതാണ്. ഒരു നാർസിസിസ്റ്റിക് ഫാമിലിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് അച്ഛൻ, അമ്മ, കുട്ടികൾ, നമ്മൾ പല ഡൈനാമിക്സുകളും സംസാരിച്ചിട്ടുണ്ട്. പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിൽ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പേരൻസ്, കുട്ടികൾ, അങ്ങനെ പല രീതിയിലുള്ള നമ്മൾ അതിൻ്റെ ഡൈനാമിക്സുകളൊക്കെ നമ്മുടെ പല വീഡിയോസിനകത്തുമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ വീടുകളിൽ ഒരു കോക്കസ് ഫോം ചെയ്യുന്നു. യു നോ വാട്ട് ഈസ് എ കോക്കസ് അല്ലെ? നമ്മൾ കോക്കസ് എന്ന് പറയുന്നത് ഇത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ, ഒരു കൾച്ചറൽ പാർട്ടിയിൽ, അല്ലെങ്കിൽ ഒരു റിലീജിയനിൽ ഇത് പ്രബലമായ ഒരു ഗ്രൂപ്പ് കാണും. ദർ ഇസ് എ വെരി സ്ട്രോങ്, വെരി ഇൻഫ്ലുവൻഷ്യൽ, വെരി പവർഫുൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കാണും. അവരുടെ കോറായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ അവരാണ് മീറ്റിങ്ങുകൾ നടത്തുക, അവർ തന്നെ ഡിസ്കസ് ചെയ്ത് അവർ കാര്യങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അവരുടെ രീതിക്ക് വേണം ബാക്കി വീക്കായിട്ടുള്ള ഗ്രൂപ്പുകളും ബാക്കി വീക്കായിട്ടുള്ള സപ്പോർട്ടേഴ്സും ഒക്കെ വരാനായിട്ട്. പ്രബലമായിട്ടുള്ള ഗ്രൂപ്പുകളെ എല്ലാവരും ഒന്ന് ഭയക്കും. എവിടെയും അങ്ങനെയാണ്. നമ്മൾ കൾച്ചറലി, പൊളിറ്റിക്കലി, സോഷ്യലി, റിലീജിയസ്ലി എവിടെയൊക്കെ നോക്കിയാലും പ്രബലമായ ഒരു ഗ്രൂപ്പിനെ നമുക്ക് എല്ലാവർക്കും അവർ കുറച്ച് സ്ട്രോങ് ആണ്, നമുക്ക് അത്രയും പറ്റുമോ എന്നറിയില്ല. ഈവൻ ഫ്രണ്ട്ഷിപ്പിൽ പോലും നമുക്ക്, അതാ ഞാൻ പറഞ്ഞ സോഷ്യലി നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലും എല്ലാം നമുക്ക് കാണാൻ പറ്റും ഒരു പ്രബലമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ. അപ്പോൾ ഈ നാർസിസിസ്റ്റിക് ഫാമിലീസിൽ ഇതുപോലെ പ്രബലമായ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഈ പ്രബലമായ ഗ്രൂപ്പുകളുടെ ഒരു മെമ്പേഴ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ അച്ഛൻ, അമ്മ, മക്കൾ അവരായിരിക്കും. അതിനകത്ത് ഇവർ എന്ന് പറയുന്നത് നാർസിസിസ്റ്റിക് സ്വഭാവമുള്ളവരായിരിക്കും കോക്കസുകൾ ഫോം ചെയ്യുന്നത്. അതായത് ചില ഫാമിലീസിലുണ്ട് വളരെ ആ ഒരു കോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലാണ് അവർ നിൽക്കുന്നത്. കാരണം അവർക്ക് ബാക്കിയുള്ള വീക്കർ ആളുകളെ യൂസ് ചെയ്തിട്ട് മിസ്യൂസ്, അബ്യൂസ്, ഇതാണ് ഈ കോക്കസ് ഗ്രൂപ്പിന്റെ. പ്രത്യേകിച്ച് ഇവർ നാർസിസിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചിലർ എക്സ്ട്രീംലി നാർസിസിസ്റ്റ് ആയിരിക്കും, ചിലർക്ക് ഡാർക്ക് ട്രയാഡിന്റെ ഒരു ബിഹേവിയേഴ്സ് കാണും, ചിലർക്ക് ഡാർക്ക് എംപാത്തിന്റെ സ്വഭാവം വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം ചിലർ മാക്യുവലിനിസത്തിൽ അങ്ങേ അറ്റത്തെ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പം ഇങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയായിരിക്കാം അവിടെ ഒരു ചാണക്യന്റെ രൂപം, അല്ലെങ്കിൽ നമുക്ക് ശകുനി എന്ന് പറയാം. ചാണക്യൻ കുറച്ചുകൂടെ ഒരു സ്ട്രോങ്ങർ ഇതായിരുന്നു. നമുക്ക് പൊളിറ്റിക്കലി വി ക്യാൻ സേ ദാറ്റ് ഹി ഈസ് മോർ പവർ ഇൻ എ കൈൻഡ് ഓഫ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വേയിൽ. പക്ഷെ ശകുനി എന്ന് പറയുന്ന ആളാണ് കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മറ്റുള്ളവരെ പറ്റിച്ച് അവരുടെ സ്വത്തും അവരുടെ എല്ലാ കാര്യങ്ങളും കൈക്കലാക്കാനായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്ന പോലത്തെ ഒരാൾ ഈ കോക്കസ് ഗ്രൂപ്പിലും ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ കോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരുടെ മാത്രം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ അല്ലെ സഹോദരി, ഇത്രയും പേര് മാത്രമേ കാണത്തുള്ളൂ. സാധാരണ ഞാൻ കണ്ടിരിക്കുന്ന കോക്കസ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത്, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിരിക്കുന്നത് അച്ഛൻ, അമ്മ, ഭർത്താവ്, പെങ്ങൾ. ഇനി ചിലപ്പോൾ ഭർത്താവും ഒരു സ്കേപ്പ് ഗോട്ടഡ് ചൈൽഡോ അങ്ങനെ വല്ലതും ആണെങ്കിൽ പുറത്തായിരിക്കും. പക്ഷെ അച്ഛൻ, അമ്മ, പെങ്ങൾ എന്നുള്ളതും അവിടെ വരാം. അപ്പൊ ഇതിനകത്ത് ഒരു കോക്കസ് ഗ്രൂപ്പിൽ എപ്പോഴും സ്ത്രീ ഉണ്ടായിരിക്കും. ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഈ കോക്കസ് ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും എന്നുള്ളത്, അതായത് ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള, ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ സാന്നിധ്യം മോസ്റ്റ്ലി ഈ കോക്കസ് ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും, ഈ ഫാമിലിയിലെ കോക്കസ് ഗ്രൂപ്പിൽ. ഇവരുടെ എയിം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഫാമിലി മാത്രമാണ് ഉള്ളത്, പുറത്തുനിന്ന് വരുന്ന ആരും ഇതിനകത്ത് സെക്കൻഡ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ആണ്, അവർക്ക് ഇതിനകത്തേക്ക് എൻട്രി ചെയ്യാനായിട്ട് യാതൊരുവിധ അവകാശമോ അധികാരമോ ഇല്ല. ഈ കോക്കസ് ഗ്രൂപ്പിനെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളൊരു ജീവിതമല്ലാതെ അതിന് പുറത്തുള്ളവർക്ക് ജീവിക്കാനായിട്ട് പറ്റൂല, അവർ സമ്മതിച്ചു കൊടുക്കത്തില്ല. ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവ് അവർ കല്യാണം കഴിച്ച് വരികയാണെങ്കിൽ അവിടുത്തെ അമ്മായിയമ്മ, അമ്മായച്ഛൻ, പെങ്ങൾ, ഇങ്ങനെയുള്ളവരായിരിക്കും ഒരു കോക്കസ് ഗ്രൂപ്പ്. ഇൻക്ലൂഷൻ എന്ന് പോയിട്ട്
അതിൻ്റെ അടുത്തേക്ക് വരാൻ പോലും അവർ സമ്മതിക്കൂല. ഇനി അഥവാ ഭർത്താവ് ഭാര്യയോട് കുറച്ചിതായിട്ട് പെരുമാറുന്നതാണ്, അനുതാപപൂർവ്വം പെരുമാറുന്ന ഒരു ഭർത്താവാണെങ്കിൽ, അയാൾക്ക് നാർസിസം ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഈ കോക്കസ് ഗ്രൂപ്പ് അവരെ തമ്മിൽ തെറ്റിക്കാനുള്ള സകല കുതന്ത്രങ്ങളും അവർ ആവിഷ്കരിച്ചിരിക്കും. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് സ്ത്രീകളായിട്ടുള്ള നാർസിസിസ്റ്റുകളായിട്ടുള്ള വ്യക്തികളായിരിക്കുമെന്ന് എൻ്റെ അനുഭവങ്ങൾ അതാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ആ ഭർത്താവും കൂടെ ഈ കോക്കസ് ഗ്രൂപ്പിന്റെ ഭാഗമാകുന്ന ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വ്യക്തി വളരെയേറെ സഫറിങ്ങിലേക്ക് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിനകത്ത് കയറാൻ വേണ്ടി അവർ കിടന്ന് ഭയങ്കരമായിട്ട് സഫർ ചെയ്യും. പക്ഷെ ഈ കോക്കസ് ഗ്രൂപ്പ് ഇസ് എ വെരി കോവേർഡ് ഗ്രൂപ്പ് ആയിരിക്കും. അവരൊരിക്കലും ഓവേർട്ടായിട്ടുള്ളൊരു ബിഹേവിയർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവുന്നതാണ്. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഈ കോക്കസ് ഗ്രൂപ്പ് എപ്പോഴും വളരെ കോവേർട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അവർ പരസ്പരം കോവേർട്ട് ബിഹേവിയറിനെ സപ്പോർട്ട് ചെയ്യും. അയ്യോ എൻ്റെ അമ്മ പാവം, അയ്യോ എൻ്റെ മോൾ ഒത്തിരി കഷ്ടപ്പെടുന്നു, അയ്യോ അച്ഛനെ കണ്ടില്ലേ, അയ്യോ എൻ്റെ മോനെ ഞാൻ എങ്ങനെ വളർത്തിയത്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നല്ല ഗ്ലോറിഫൈഡ് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇമേജും ഒക്കെ കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ഇതായിട്ട് നിന്നുകൊണ്ട്, പക്ഷേ ആരാണോ അവരുടെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വന്നത്, അവരുടെ മക്കൾ പോലും ഒത്തിരി സഫർ ചെയ്യും. ഈ കോക്കസ് ഗ്രൂപ്പിൽ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഈ കുടുംബം കഴിഞ്ഞിട്ടേ വേറെ എന്തുമുള്ളൂ. അപ്പോൾ ഒരു ആൺകുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിയും കല്യാണം കഴിക്കുന്നു. പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ അവര് അധികം അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷെ അയാൾക്ക് അധികം സഫർ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. പക്ഷേ ആൺകുട്ടി കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്ക് അറിയാമല്ലോ, ഹി ഹാസ് ടു സ്റ്റാർട്ട് എ ഡിഫറെൻറ്റ് ഒരു ഫാമിലി അവർ ഫോം ചെയ്യുകയാണ് അവിടെ തന്നെ. അപ്പം അവരാദ്യം പറയുന്നത് അവൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദിസ് ഫാമിലിയാണ്. ഈ ഫാമിലിയോടാണ് അവൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. പിന്നെ ഈ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന കുട്ടിക്ക് രക്തബന്ധം ഒന്നും നമ്മളുമായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് വലിയ വാല്യൂ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഞങ്ങളുടെ കൂടെയൊക്കെ ഒത്തു പോവുകയാണെങ്കിൽ പോകാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർവൈവർ ഇവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളത് ഇവിടെ പോസിബിൾ ആയിട്ട് വരികയില്ല. അപ്പം ഇവിടെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് വൈഫിന് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. പക്ഷെ വൈഫ് പല കാര്യങ്ങളും വീട്ടിലേക്ക് വേണ്ടി ചെയ്യുകയും ഇവർക്ക് വേണ്ടി പല ജോലികൾ ചെയ്യുകയും അതൊക്കെ നമ്മൾ ചെയ്യണം. അത് അതിനകത്ത് ഒരു റിട്ടേൺ വെയിൽ അതങ്ങ് പോവുകയാണ്, നിങ്ങൾ അത് അനുസരിച്ചേ പറ്റും. അപ്പം പലപ്പോഴും ഇവർ പറയുന്നത് ഈ ആൺകുട്ടിയുടെ ചുമതലയാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, പെങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, പെങ്ങളുടെ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുക. ഇനി പെങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരെ പോലും ടേക്ക് കെയർ ചെയ്യുക. അവനാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്, അവൻ്റെ പെങ്ങളാണ്, അവൻ്റെ പെങ്ങൾക്കാണ് സ്ഥാനം. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടേ കല്യാണം കഴിച്ചു വരുന്ന ഒരു കുട്ടിക്ക് സ്ഥാനമുള്ളൂ. അവരുടെ ഒരു പാറ്റേൺ പോവുകയാണെങ്കിൽ ആദ്യം അവൻ്റെ റെസ്പോൺസിബിലിറ്റി അച്ഛനോട്, അമ്മയോട്, അതിനുശേഷം അവൻ്റെ പെങ്ങന്മാരോട് അല്ലെങ്കിൽ പെങ്ങളോട്, അതിനുശേഷം മാത്രമേ നീ കല്യാണം കഴിച്ച ഭാര്യയോട് വരുന്നുള്ളൂ. കാരണം അവൾ ഇപ്പോൾ വന്നതാണ്, ഇതിനു മുമ്പ് പ്രബലമായിട്ട് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളാണ്. ആ രീതിയിൽ അവരതിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വരികയും, പ്രത്യേകിച്ച് ഈ വിവാഹം കഴിക്കുന്ന ഈ പുരുഷന് ഈ കാര്യത്തെപ്പറ്റി അറിവില്ല എന്നുണ്ടെങ്കിൽ അയാൾ പെട്ടുപോകും. പിന്നെ അയാളിൽ നാർസിസം ഉണ്ടെങ്കിൽ അയാളും ഈ കോക്കസിന്റെ ഭാഗമാകും. അയാളിൽ നാർസിസം ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ ഭയങ്കര ബുദ്ധിമുട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോക്കസ് ഗ്രൂപ്പാണ്, വളരെ പ്രബലമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പുമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് ഒരു ആണിന് പറ്റുന്നത് സാധാരണ കണ്ടിട്ടില്ല. അവർ കംപ്ലീറ്റ്ലി വല്ലാത്തൊരവസ്ഥയിലാണ് അവർ പോവുക. അപ്പോൾ ആ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഹെൽപ്പ് കിട്ടിയാൽ മാത്രമേ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അയാൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഈ ഒരു സൈഡിൽ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി, എൻ്റെ മക്കൾ, മറ്റേ സൈഡിൽ അപ്പൻ, അമ്മ, പെങ്ങൾ എന്ന് പറയുന്ന ഒരു ഇത്. അപ്പൊ ഇതിൽ ഏതിനെ ചൂസ് ചെയ്യണം എന്നുള്ളത് അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷെ അയാളൊരു നാർസിസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ഫാമിലിയെ ചൂസ് ചെയ്യും. ഈ വൈഫിനെയും കുട്ടിയും പലപ്പോഴും റിജക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. റിജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന, ഞങ്ങൾ പറയുന്ന താളത്തിനൊത്ത് തുള്ളേണ്ട കുറച്ച് പേരാണ് എന്നുള്ള രീതിയിലേ അയാൾ കാണത്തുള്ളൂ. പക്ഷെ ഏതെങ്കിലും രീതിയിൽ ഇത് സെയിം എല്ലാ നാർസിസിസ്റ്റിക് ബിഹേവിയറും കാണിക്കും. ഇവരെങ്ങാനും രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഇവർ പറയണം നോ ദിസ് ഇസ് ഡിഫിക്കൽട്ട് എന്ന് പോണേ ഉടനെ കരച്ചിലായി, ഉടനെ ഭയങ്കര ഇതായി, അച്ഛനും അമ്മയുമാണ്, അവരെന്റെ അച്ഛനും അമ്മയുമാണ്,
നീ എന്താണ് ഈ പറയണേ, അതെന്റെ പെങ്ങളാണ്, പെങ്ങൾക്ക് ആങ്ങളെ അല്ലാതെ വേറെ ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട്, കാരണം ആ രീതിയിലാണ് ഇവരെ ഈ വ്യക്തിയെ അവരും ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ ബ്രെയിനെ അതുപോലെ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് ആ രീതിക്ക് ഗ്യാസ് ലൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു ലേണിംഗ് പാത്ത് വേ അതുപോലെ ഉണ്ടായി. അവരുടെ ന്യൂറൽ ഡിസൈൻസ് എല്ലാം ആ രീതിക്കാണ് വീട്ടുകാർ ഈ കോക്കസ് ഗ്രൂപ്പ് ഇയാളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഈ ആണും ഈ കോക്കസ് ഗ്രൂപ്പിന്റെ ഭാഗമാണ്, പക്ഷെ അയാൾ അത്രയും ആകാറില്ല. പക്ഷെ ആ കോക്കസ് ഗ്രൂപ്പിന്റെ പിടിയിലായിരിക്കും ഈ വ്യക്തി. കാരണം ഇയാൾക്ക് കമ്മിറ്റ്മെന്റ് മുഴുവൻ ഈ കോക്കസ് ഗ്രൂപ്പിനോടാകും. അല്ലാതെ അയാൾ ഉണ്ടാക്കിയ ആ പുതിയ ഫാമിലിയോടാകാനായിട്ട് ഇവരൊരിക്കലും സമ്മതിച്ചു കൊടുക്കാത്തത് കൊണ്ട് അത് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് ഇതിപ്പം ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി ഒരു ആൺകുട്ടി കല്യാണം കഴിച്ചൊരു ഫാമിലിയിലേക്ക് ചെന്നാൽ അവിടെയും കാണാം ഭാര്യയുടെ അപ്പൻ, ഭാര്യയുടെ അമ്മ, ഭാര്യയുടെ ആങ്ങള എന്നൊക്കെ പറയുന്ന മിക്കവാറും അങ്ങനെ ഒരു കോക്കസ് ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ പറ്റും. അവിടെയും ഇതുപോലെ തന്നെയാണ്, വളരെയേറെ ബുദ്ധിമുട്ടാണ്. കാരണം ആ കോക്കസ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടും അവരുടെ രീതിക്കനുസരിച്ചും പോകുന്ന ഒരു ലെവലിലേക്കൊക്കെ ഇതിനെ കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമുക്ക് ഇതിനകത്ത് ആരാണോ ആ ഫാമിലിയിലേക്ക് വന്നിരിക്കുന്ന വ്യക്തിക്ക് ജീവിതം വളരെയേറെ ബുദ്ധിമുട്ടായി തീരുന്നു. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വിചാരിക്കും ഇവരെല്ലാവരും കോക്കസ് ഗ്രൂപ്പ് 3-4 പേര് ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ടല്ലേ ഇതിങ്ങനെ വരുന്നത്. ഓക്കെ, മേ ബി പെങ്ങള് കല്യാണം കഴിച്ചങ്ങ് പോയി, അല്ലെങ്കിൽ കല്യാണം കഴിച്ച പെങ്ങള് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ കുഴപ്പം വരുന്നില്ല. പക്ഷെ ഈ പെങ്ങള് പോവില്ല, ഈ പെങ്ങള് വരും, ഷി വിൽ കം. അല്ലെങ്കിൽ ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ ആ കോക്കസ് ഗ്രൂപ്പിൽ അവൾ വളരെ ആക്റ്റീവ് മെമ്പർ ആയിരിക്കും. നമ്മളെ വിട്ടിട്ട് അവൾ പോകില്ല. കാരണം ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് ഇവർക്ക്, വളരെയേറെ ബെനിഫിറ്റ് ഉണ്ട്. ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും ഇനി അച്ഛനും അമ്മയൊക്കെ പ്രായമായില്ലേ, ഒരാളങ്ങ് പോയി കഴിയുമ്പോഴത്തേനും അപ്പൊ അത്രയും കുറയുമല്ലോ എന്ന് പറയും. ഈ ഒരാളങ്ങ് പോയി കഴിയുമ്പോൾ ഇവർക്ക് പവർ, ഇവർ പറയും ആ സ്പേസും കൂടെ അവരെടുത്തിട്ട് ഇനി നമ്മൾ ശരിക്കും പിടിക്കണം, അങ്ങനെ നമുക്ക് ലൂസായി പോകാൻ പറ്റത്തില്ല. ഇനിയും അമ്മയും അച്ഛനും ഒക്കെ പോയാലും ഈ പെങ്ങളുടെ കുട്ടികളെ ആയിരിക്കും അതിലേക്ക് കൊണ്ടുവന്നിട്ട് അമ്മാവനാണ്, അല്ലെങ്കിൽ അങ്കിളാണ്, അമ്മാച്ചനാണ്, അങ്ങനെയാണ്, ഇങ്ങനെ ആ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടും പിടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരു കോക്കസ് ഗ്രൂപ്പിനകത്ത് നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതിനകത്ത് ജീവിച്ചു പോകാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ തിങ്സ് ആർ ഓക്കെ. അതല്ലെങ്കിൽ തൻ്റെ ഹസ്ബൻഡ് അത് മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ ഭാര്യ അത് മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവരും ആ കോക്കസ് ഗ്രൂപ്പിന്റെ ഭാഗമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് നമ്മളെ മാത്രം സംരക്ഷിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ആരോടും ദേഷ്യവും വൈരാഗ്യവും ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വി ഓൾ ഹാവ് ദ റൈറ്റ് ടു പ്രൊട്ടക്ട് അവർ സെൽസ്, അല്ലേ? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയും നീതിയുക്തമായി ദ ട്രൂത്തിനോടുകൂടി, ദ ഫാക്റ്റിനോടുകൂടി, നമ്മൾ അത് റിയാലിറ്റിയോടുകൂടി കണക്ട് ചെയ്ത് നമ്മൾ നിൽക്കുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആവണം, നമ്മൾ സ്ട്രോങ് ആകണം, നമ്മുടെ ഓൺ ഫീറ്റിൽ നമ്മൾ നിവർന്ന് നിൽക്കണം, കാര്യങ്ങളെ മനസ്സിലാക്കണം, വയസ്സായിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യണം, ആരുമായിട്ട് യാതൊരുവിധ ബഹളത്തിനോ ഇതിനോ ഒന്നും പോകണ്ട. മേക്ക് ഗുഡ് ഡിസിഷൻസ്. ഇത് എന്താ പറയുക, നമുക്ക് ഉതകുന്ന രീതിയിലുള്ള ഡിസിഷൻസ് എടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും കുറച്ചുകൂടെ മുൻകൂട്ടി കാണാൻ പറ്റും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ല, അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇതിങ്ങനെയായിരിക്കും വരുന്നത്. സോ ഐ നീഡ് ടു ബി മോർ കെയർഫുൾ അബൌട്ട് മൈസെൽഫ്. അപ്പൊ നമ്മുടെ അലേർട്ട് മൈൻഡിനെ, നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്, നമ്മുടെ ഫ്രണ്ടൽ ലോബ്സിന്റെ ഫങ്ഷൻസ് എല്ലാം പ്രോപ്പർ ആക്കിക്കൊണ്ട് നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റുക എന്നുള്ളതേ നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഒരു കോക്കസ് ഗ്രൂപ്പിനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് അതിനെ റിവീൽ ചെയ്യുകയൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം അവർ വളരെ രീതിയിലുള്ള, വളരെ എന്താ പറയുക, ആ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ വാല്യൂസും അതും ഇതും ഒക്കെ എടുത്തിടും. പിന്നെ അവർ കടന്നുകൂടിയ പ്രയാസങ്ങൾ ഇവരെ വളർത്തിക്കൊണ്ടുവരാം. അങ്ങനെ പല നമുക്ക് സിമ്പത്തറ്റിക്കൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിടും. പിന്നെ കൾച്ചറലി മോറലി ഒക്കെയുള്ള കുറേ പ്രാക്ടീസസിന്റെ കാര്യങ്ങൾ എടുത്തിടും. അങ്ങനെയൊക്കെ വന്നിട്ട് അവരൊരു കോവേർട്ട് രീതിയിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇവരെ എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്നതും നടക്കുന്ന കാര്യമായിട്ട് വരത്തില്ല. കാരണം അവർ പ്രബല ഗ്രൂപ്പാണ്. നമ്മൾ അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു കുറച്ച് വീക്കായിട്ടുള്ള ഇതായതുകൊണ്ട് തന്നെ വി നീഡ് ടു ബി വെരി കെയർഫുൾ വെൻ വി ആർ ഡീലിംഗ് വിത്ത് ദം. അതുകൊണ്ട് പക്ഷെ നമ്മുടെ ജീവിതമാണ്. അത് ഏറ്റവും പ്രോപ്പറായിട്ട്, ഏറ്റവും സ്ട്രോങ് ആയിട്ട്, ഏറ്റവും നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പ്രോഗ്രസീവായിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക്
പറ്റണം. നമുക്ക് എല്ലാവർക്കും മനോഹരമായിട്ടും ഹാപ്പി ആയിട്ടും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.